നാരായണ 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 നാരായണ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ശ്രീമള്ളിയൂർ ഗുരുനാഥാശരണം. യോം തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ. അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വളരെ വളരെ ധന്യമായ തത്വസമീക്ഷ സത്രശാലയില് 9ാമത്തെ ദിവസം. ഇന്ന് ആദ്യത്തെ പ്രവചനം പുരൂരവസിന്റെ കഥ. അയിളഗീത, ഇളയുടെ പുത്രനായ അയിളൻ പുരൂരവസ് പാടിയത് ആണ് അയിളഗീതം. അതിന്റെ ആമുഖമായിട്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, മല്ലക്ഷണമിദം കായം ലബ്ധ്വാ മദ്ധർമ്മ ആസ്ഥിതഃ ആനന്ദം പരമാത്മാനം ആത്മസ്ഥം സമുപൈതി മാം. മല്ലക്ഷണമിമം കായം ലബ്ധ്വാ, എന്നെ നേടിയെടുക്കാൻ വേണ്ടി, എന്നിൽ എത്തിച്ചേരാൻ വേണ്ടി അല്ല, നിന്നിൽ തന്നെയുള്ള എന്നിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് നൽകിയതാണ് ഈ ശരീരം. ശരീരം എന്നുള്ളത് സാക്ഷാൽ പരമാത്മ ചൈതന്യത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു സാധനം, ഒരു ഉപകരണം. ഇതം കായം, വളരെ വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു പ്രസാദമാണ് മനുഷ്യ ശരീരം. കോടി കോടി ജന്മങ്ങളിൽ പല പല യോനികളിൽ കഴിഞ്ഞ് എത്രയോ കാലത്തിന് ശേഷം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മനുഷ്യ ശരീരം ലഭിക്കുന്നു. ദുർലഭം മാനുഷം ജന്മ. ആ മനുഷ്യജന്മം ലഭിച്ചിട്ട് മദ്ധർമ്മേ ആസ്ഥിതഃ, ഭഗവത് ധർമ്മങ്ങളിൽ ഉറച്ച് നിലകൊണ്ട് ആനന്ദം പരമാത്മാനം ആത്മസ്ഥം സമുപൈതി മാം. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന, സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായിട്ടുള്ള ആ പരമാത്മാവിനെ നേടുന്നു. എന്തിനാണിത് പറഞ്ഞത്? ഇന്ദ്രിയ സുഖങ്ങളില് ഭ്രമിച്ചു പോകാതെ ഭഗവത് ഭജനം ചെയ്താൽ എന്നിൽ എത്തിച്ചേരാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നും വഴുതി വീണു പോകരുത്. വിഷയസുഖങ്ങളിലേക്ക് വഴുതി വീണു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി ആ വിഷയത്തെ തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും. ഗുണമയ്യാ ജീവയോന്യാ വിമുക്തോ ജ്ഞാനനിഷ്ഠയാ ഗുണേഷു മായാമാത്രേഷു ദൃശ്യമാനേഷു അവസ്തുതഃ വർത്തമാനോപി ന പുമാൻ യുജ്യത്തെ അവസ്തുഭിഃ ഗുണൈഃ ന യുജ്യത്തെ. നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ
അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ വിവേകി ഒരിക്കലും ഈ ഇല്ലാത്ത ഗുണങ്ങളിൽ ഭ്രമിക്കുകയില്ല. അങ്ങനെ ഭ്രമിച്ചു പോയതിന്റെ അപകടം ഞാനൊരു പഴയ കഥയിലൂടെ പറഞ്ഞു തരാം ഉദ്ധവ. പണ്ട് പുരൂരവസ്സനുണ്ടായ അവസ്ഥ. സംഗം ന കുര്യാത് അസതാം ശിഷ്ണോദരതൃപാം ക്വചിത് തസ്യാനുഗസ്തമസ്യന്ധേ പതത്യന്ധാനുഗാന്ധവത്. വളരെ മനോഹരമായ ഒരു ഉപദേശം. സംഗം ന കുര്യാത്, ഒട്ടിപ്പോകരുത്. ആരുമായിട്ട് സംഘം പാടില്ല? അസതാം, ദുർജനങ്ങളുമായിട്ട്. എങ്ങനെയുള്ള ദുർജനങ്ങളുമായിട്ട്? ശിഷ്ണോദര തൃപാം. ശിഷ്ണം, ഉദരം, രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ഉണ്ണുക, ഉറങ്ങുക, ഇണചേരുക. ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഉണ്ണുക, ഉറങ്ങുക, ഇണചേരുക. അപ്പൊ പ്രധാനം രണ്ട്. ഒന്ന് ജനനേന്ദ്രിയം, മറ്റൊന്ന് ഉദരം. ഇതാണ് ശിഷ്ണോദര തൃപാം. ഈ രണ്ടിനെയും തൃപ്തിപ്പെടുത്തുക മാത്രം. വേറെ ഒരു ചിന്തയുമില്ലാത്ത ദുർജനങ്ങള്, അസത്തുക്കള്. അങ്ങനെയുള്ള അസത്തുക്കളുമായിട്ട്, ദുർജനങ്ങളുമായിട്ട് ചേരരുതേ ഉദ്ധവ. ബന്ധപ്പെട്ട് പോകരുതേ ഉദ്ധവ. അത് വളരെ അപകടമാണ്. അതേതുപോലെയാണ്? തസ്യാനുഗസ്തമസ്യന്ധേ പതതി അന്ധാനുഗാന്ധവത്. അങ്ങനെയുള്ള ദുർജനങ്ങളുടെ പിറകെ പോയാൽ ഏതാണ് അവസ്ഥ? ഒരു കണ്ണുപൊട്ടന്റെ പിറകെ പോകുന്ന മറ്റൊരു കണ്ണുപൊട്ടൻ എങ്ങനെയാണോ കുഴിയിൽ വീഴുന്നത് അതുപോലെ. ഉപനിഷത്ത് പറയില്ലേ, അന്ധേനൈവ നീയമാനായഥാന്ധാ. അത് തന്നെ, ആ ഉപനിഷത്ത് മന്ത്രം തന്നെ ഇവിടെ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്. ഈ ശിഷ്ണവും ഉദരവും മാത്രമല്ല, അതിലുപരിയായിട്ട് ഭഗവത് ഭജനം ചെയ്യുവാൻ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഭഗവത് പാദാരവിന്ദത്തിൽ ഒന്ന് ഉറപ്പിച്ചു നോക്കൂ. അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യജന്മം എന്തിനാണ് ഭഗവാൻ തന്നത് എന്ന് ശരിക്കും അനുഭവിക്കുക, ആനന്ദം അനുഭവിക്കുക. ഐളസമ്രാട് ഇമാം, ചക്രവർത്തിയായിട്ടുള്ള പുരൂരവസ്സന്റെ കഥ. ചക്രവർത്തിയായിരുന്ന പുരൂരവസ് ഉർവശിയിൽ മോഹിതനായി. ഉർവശിയുടെ ആ ശരീരസുഖത്തിൽ അങ്ങനെ രമിച്ചു. ആ ഉർവശി സംഘമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് തെറ്റിദ്ധരിച്ചു. ഉർവശിയോടൊപ്പം കഴിഞ്ഞ കാലം പോയതറിഞ്ഞതേയില്ല. പക്ഷെ ഉർവശിക്ക് മടുപ്പ് വന്നു. ഉർവശി കുറെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ട് തിരിച്ചുപോയി. പക്ഷേ പുരൂരവസ്സന് ഉർവശി വിരഹം താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെ ഉർവശി 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 എന്നും വിളിച്ചുകൊണ്ട് ഒരു നാടിന്റെ ചക്രവർത്തി ഒരു ഉന്മാദിയെപ്പോലെ, ഒരു ഭ്രാന്തനെ പോലെ, ഒരു പൊട്ടനെ പോലെ നഗ്നനായിട്ട് കരഞ്ഞു വിളിച്ച് ഓടി നടക്കാൻ തുടങ്ങി. ഉർവശീ വിരഹാത് മുഹ്യൻ നിർവിണ്ണ ശോക സംയമേ.
പക്ഷെ പിന്നീട് വിരക്തനായി, നിർവിണ്ണ, പിന്നീട് വിരക്തനായി. പക്ഷെ ആദ്യം ഭ്രമിച്ചുപോയി. തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഉർവശിയെ നോക്കി പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ഉർവശിയുടെ പിറകെ, നീ എന്താ എന്നെ ഉപേക്ഷിച്ചു പോകുന്നത്? തെക്ത്വ ആത്മാനം വ്രജന്തീന്താം നഗ്നഃ ഉന്മത്തവത് നൃപഃ വിലപന് അന്വഗാത് ജായേ ഘോരേ തിഷ്ഠ തിഷ്ഠ. നിൽക്കൂ നിൽക്കൂ, എന്നെ വിട്ടു പോകരുതേ എന്ന് അയളൻ അല്ലെങ്കിൽ പുരൂരവസ് വിലപിച്ചുകൊണ്ട് ഉർവശിയെ തിരിച്ചു കിട്ടി. ഈ പുരൂരവസന്റെ സങ്കടാവസ്ഥ കണ്ട് ഗന്ധർവന്മാര് പുരൂരവസനെ ഉപദേശിച്ച് അദ്ദേഹത്തെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ച് ഉർവശിയുടെ ലോകത്തേക്ക് വീണ്ടും, ഗന്ധർവ ലോകത്ത് വെച്ച് വീണ്ടും ഉർവശി പുരൂരവ സംഗമം. പിന്നെയും കാലം എത്രയോ എത്രയോ കഴിയുന്നതും ഉർവശിയോടൊപ്പം ആ ഇന്ദ്രിയ സുഖത്തിൽ, ലൈംഗിക സുഖത്തിൽ, ലൗകിക സുഖത്തിൽ ഭ്രമിച്ച് രമിച്ച് കഴിയുന്നതും. കാമാനതപ്തോനുജുഷൻ ക്ഷുല്ലകാൻ വർഷയാമിനി നവേദയാം തീർന്നായാം തീ ഉർവശ്യാകൃഷ്ടചേതന. അതൃപ്ത, എത്രയെത്ര ആസ്വദിച്ചിട്ടും തൃപ്തി വരാതെ, മതിവരാതെ, കാമാൻ അനുജുഷന്, തന്റെ ആഗ്രഹങ്ങളെ വീണ്ടും 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 പൂർത്തിയാക്കിക്കൊണ്ട്, ആസ്വദിച്ചുകൊണ്ട്, അത്യന്ത ക്ഷുദ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ട് എത്രയോ രാത്രികളും പകലുകളും കടന്നുപോകുന്നത് അറിഞ്ഞില്ല. വർഷയാമിനി ന വേദ, അറിഞ്ഞതേയില്ല. കാരണം ഉർവശ്യാകൃഷ്ടചേതന, ഉർവശിയിൽ അത്രമാത്രം ആകൃഷ്ടനായിരുന്നു. ആ പുരൂരവസ് പിന്നീട് പരമവിരക്തനായി, എല്ലാം വിട്ടു, സകലതും ഉപേക്ഷിച്ച് ലോകത്തോട് പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. അതാണ് ഐളഗീതം. നമ്മളോട് പറയാണ്, ഞാൻ പെട്ടുപോയി, നിങ്ങളെങ്കിലും രക്ഷപ്പെടണം, ഇതിലൊന്നും ഭ്രമിച്ചു പോകരുത്, നിങ്ങള് എന്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പുരൂരവസ. ഐള ഉവാച, എന്താ പുരൂരവസ പറയുന്നത്? അഹോമേ മോഹവിസ്താര കാമകശ്മലചേതസ ദിവ്യാഗൃഹീതകണ്ഠസ്യ നായുഖണ്ഡ ഇമേ സ്മൃതാ. ഈ പുരൂരവസന്റെ ദുഃഖമാണ്, അല്ലെങ്കിൽ പുരൂരവസന്റെ ചിന്തകളാണ് ഇനിയുള്ള 8 ശ്ലോകങ്ങൾ. ഈ 8 ശ്ലോകങ്ങളിലൂടെ പുരൂരവസന്റെ വിചാരം വ്യക്തമാക്കുക. അഹോമേ മോഹവിസ്താര, കഷ്ടം, കാമകശ്മല ചേതസ, കാമം കൊണ്ട് അത്രമാത്രം മലിനമായി പോയി എന്റെ മനസ്സ്, കാമാസകൃതമായിട്ടുള്ള മനസ്സ്, അതിൽ ഭ്രമിച്ചുപോയ ഞാൻ. കഷ്ടം കഷ്ടം. ആ ഉർവശി വന്ന് എന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുമ്പോഴേക്കും അവളുടെ ആലിംഗന സുഖത്തിൽ അങ്ങനെ ഭ്രമിച്ചു പോയി ഞാൻ. അഹോ ഗൃഹീതകണ്ഠസ്യ ദിവ്യ, അവളങ്ങോട്ട് വന്ന് ആലിംഗനം ചെയ്തപ്പോഴേക്കും പിന്നീട് താൻ ചക്രവർത്തിയാണെന്നോ, ഇത്രയും വലിയ ഒരു പദത്തിൽ ഇരിക്കുന്ന ആളാണെന്നോ ഒന്നും ചിന്തിച്ചില്ല, ഒന്നും അറിഞ്ഞതേയില്ല. ആയുഖണ്ഡാഹ, ആയുസ്സിന്റെ ഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞ കാലം, ദിനങ്ങൾ, ദിവസങ്ങൾ എന്നർത്ഥം. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ആയുസ്സിന്റെ ഖണ്ഡങ്ങളായിട്ട് ഒന്നും അറിഞ്ഞില്ല. സൂര്യൻ ഉദിച്ചതും അസ്തമിച്ചതും അറിഞ്ഞില്ല. നാഹം വേദാഭിനിർമുക്ത സൂര്യോ വാ അഭ്യുതിതോ മുയാ മുഷിതോ വർഷപൂഗാനാം ബതാനിഗതാന്യുത.
എത്രയോ 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 രാത്രികളും പകലുകളും കൊഴിഞ്ഞുപോയി. പക്ഷെ ഞാനതൊന്നും അറിഞ്ഞില്ല. കാരണം ആത്മവിസ്മൃതി. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയും, ആത്മസമ്മോഹ. ആത്മസമ്മോഹ, ആത്മവിസ്മൃതി. ഇത് കാമത്തിന്റെ സ്വഭാവമാണ്. സംഘം വന്നു കഴിഞ്ഞാൽ ഗീതയിൽ പറയും, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ സംഗാ സഞ്ജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹഃ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മസമ്മോഹ കഷ്ടം. അഹോമേ ആത്മസമ്മോഹോ യേനാത്മായോഷിതാം കൃതഃ ക്രീഡാമൃഗശ്ചക്രവർത്തി നരദേവ ശിഖാമണി. ചക്രവർത്തിയാണ് ഞാൻ, നരദേവ ശിഖാമണിയാണ് ഞാൻ, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനാണ്. പക്ഷേ യോഷിതാം ക്രീഡാമൃഗ ഇവ, സ്ത്രീകളുടെ കളിക്കുരങ്ങനെ പോലെ, കളിമാനിനെ പോലെ, അവരങ്ങനെ കളിപ്പിക്കുന്ന മാൻകുഞ്ഞിനെ പോലെ ആ സ്ത്രീകള്, ആ അബലകൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ അബലകളാണ്. ആ അബലകളായിട്ടുള്ള സ്ത്രീകളുടെ വെറും കളിമൃഗത്തെ പോലെ ഞാൻ മാറിപ്പോയല്ലോ, കഷ്ടം. എന്താ കാരണം? ആത്മസമ്മോഹ, ആത്മവിസ്മൃതിയാണ് എനിക്ക് സംഭവിച്ചത്, കഷ്ടം. അപ്പോ ദേഹബലമോ അല്ലെങ്കിൽ മനഃശക്തിയോ മാഹാത്മ്യമോ ഒന്നും ഇല്ല. കാരണം ഇത് എന്ത് ഉണ്ടെങ്കിലും ആ ക്രീഡാമൃഗം പോലെ ആയി തീരുമായിരുന്നു, ഇല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി ആ ഒരു ആത്മവിസ്മൃതിയിലേക്ക്. പക്ഷെ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവനാണ് എന്നുള്ള ഒരു ദുരഭിമാനം, അതാണ് ആ രണ്ടാമത്തെ വരിയിൽ കാണുന്നത്. എന്താ? ഞാൻ ചക്രവർത്തിയാണ്, നരദേവ ശിഖാമണിയാണ്, കെങ്കേമനാണ് എന്നൊക്കെയുള്ള ദുരഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വ്യർത്ഥമാണ്. ആ ദുരഭിമാനമൊക്കെ വ്യർത്ഥമാണ്. കാരണം വെറുമൊരു പെണ്ണിന്റെ കൂടെ കളിക്കുരങ്ങനെ പോലെ മാറി ഞാൻ. സപരിച്ഛദമാത്മാനം ഹിത്വാ തൃണമിവേശ്വരം യാം തീം സ്ത്രീയം ചന്വഗമം നഗ്ന ഉന്മത്തവരുദൻ. ഞാൻ സാക്ഷാൽ സർവേശ്വരനെ, ജഗദീശ്വരനെ വിട്ടു, ഈശ്വരനെ മറന്നു. ഈശ്വരം ഹിത്വ. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഉർവശിയുടെ കൂടെ യാന്തീം സ്ത്രീയം, അവളെ തന്നെ ഉപേക്ഷിച്ച് പോവാണെങ്കിലും അവളുടെ പിറകെ ഓടുകയാണ് ഉന്മത്തനായിട്ട്, ഒരു ഭ്രാന്തനെ പോലെ. ഉന്മത്തവത് രുദൻ. അപ്പോ തന്റെ വസ്ത്രമൊക്കെ ശരീരത്തിൽ നിന്ന് ഊർന്നു പോകുന്നുണ്ട്, അതൊന്നും അറിയുന്നില്ല. നഗ്നനായിട്ടാണ് ഓടുന്നത്. ഉർവശിയുടെ പിറകെ. കഷ്ടം. ഈ കഴുതകള് പെൺകഴുതയുടെ പിറകെ പിറകെ പോകുന്ന ആൺകഴുത, ആ ആൺകഴുത പെൺകഴുതയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അതിന്റെ കാലുകൊണ്ട് ചവിട്ടി തൊഴിക്കുക അത്രേ. മുഖത്തൊക്കെയാണ് ചവിട്ട് കിട്ടുക. മുഖത്ത് ചവിട്ട് കിട്ടിയാലും ആ കഴുത എന്ത് ചെയ്യുന്നു? ഈ പെൺകഴുതയുടെ പിറകെ പിറകെ തന്നെ പൊക്കൊണ്ടേയിരിക്കും. അതുപോലെ ഖര താടിത. ഞാനും അതുപോലെയായിരുന്നു. യോന്വഗച്ഛം സ്ത്രീയം യാം തീം ഖരവത് പാദതാടിത. പാദതാടിത. അത്രയും അടി കിട്ടിയിട്ടും, മുഖത്തടി കിട്ടിയിട്ടും ബോധം വന്നില്ല. വീണ്ടും ഞാൻ പിറകെ. യഥാർത്ഥത്തില് അയിളൻ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് വിദ്യാഭ്യാസം?
എന്തിനാണ് വേദജ്ഞാനം? കിം വിദ്യയാ കിം തപസാ കിം ത്യാഗേന ശ്രുതേന വാ കിം വിവിക്തേന മൗനേന സ്ത്രീഭിർയസ്യ മനോഹൃതം. വളരെ ഭംഗിയായിട്ട് പറഞ്ഞാണ് യസ്യ മനഃ സ്ത്രീഭിഹി ഹൃതം. ആരുടെ മനസ്സാണോ സ്ത്രീകൾക്ക്, സ്ത്രീ സുഖത്തിന്, ലൈംഗിക സുഖത്തിന് അടിമപ്പെട്ടു പോകുന്നത്, വെറും ശരീര സുഖത്തിന് മനസ്സ് അടിമപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ വിദ്യ കൊണ്ടെന്ത് ഫലം, തപസ്സുകൊണ്ടെന്ത് ഫലം? കിം വിദ്യയാ കിം തപസാ ശ്രുതേന, വേദശാസ്ത്രജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി എന്ന് പറഞ്ഞ പല കാര്യമുണ്ടോ? കിം ത്യാഗേന, സന്യാസിയായി, എല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ മനസ്സെവിടെയാ? മനസ്സ് സ്ത്രീഭിർഹൃതം. മനസ്സ് ഇപ്പോഴും സ്ത്രീഭിർഹൃതമാണ്, സ്ത്രീ സുഖത്തിലാണ്. കിം പ്രയോജനം? എന്താണ് അതിനെ കൊണ്ടുള്ള പ്രയോജനം? അപ്പോ ഏകാന്തതയിൽ പോയി കഴിയുന്നു. കിം വിവിക്തേന, വിവിക്തമായ ഏകാന്ത ജീവനം, ഏകാന്ത ജീവിതമാണ്. ആരുമില്ല കൂടെ, ആര് കണ്ടാലും സർവസംഘ പരിത്യാഗിയാണെന്ന് തോന്നും. പക്ഷെ ആ ഏകാന്തതയിൽ പോയി ഇരുന്ന് മൂക്കും പിടിച്ചിരിക്കുമ്പോഴും മനസ്സിലാരാ? പ്രയോജനമുണ്ടോ? ഇല്ല. മനസ്സ് നിർമ്മലമായില്ലെങ്കിൽ, മനസ്സ് ഭഗവത് പാദാരവിന്ദത്തിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ വേദവിദ്യാഭ്യാസം കൊണ്ടും ത്യാഗം കൊണ്ടും സന്യാസം കൊണ്ടും ഒരു പ്രയോജനവുമില്ല. കിം ത്യാഗേന കിം ശ്രുതേന കിം വിവിക്തേന, പ്രയോജനമില്ല. അപ്പൊ ഏറ്റവും പ്രധാനം നാം എവിടെയാണുള്ളത്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നല്ല, നമ്മുടെ മനസ്സ് എങ്ങനെയാണ്. അതാണ് ആദ്യം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ, ബന്ധമോക്ഷയോ കാരണം മനഃ. മനസ്സാണ് നിശ്ചയിക്കുന്നത്. ബദ്ധനാണോ മുക്തനാണോ നിശ്ചയിക്കുന്നത് മനസ്സ്. ഇപ്പൊ വേദവിദ്യാഭ്യാസം കൊണ്ടും സന്യാസം കൊണ്ടും ഏകാന്ത ജീവിതം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നാം നേടേണ്ടത് ചിത്തശുദ്ധിയാണ്. നമ്മുടെ സകല വിദ്യകളും ലക്ഷ്യമാക്കുന്നതും ചിത്തശുദ്ധിയാണ്. ആ ചിത്തശുദ്ധിയിലൂടെ കൈവല്യം, മോക്ഷം തന്നെയാണ് സകല ഭാരതീയ വിദ്യകളുടെയും ലക്ഷ്യം. യാ വിദ്യ സാ വിമുക്തയേ, മുക്തിയിലേക്ക് നയിക്കുന്നതാണ് വിദ്യ. സ്വാർത്ഥസ്യ അകോവിദം ധിങ്മാം മൂർഖം പണ്ഡിതമാനിനം യോഹമീശ്വരതാം പ്രാപ്യ സ്ത്രീഭർ ഗോഘരവജ്ജിത. ഞാൻ വെറും സ്വാർത്ഥനാണ്. സ്വാർത്ഥസ്യ അകോവിദം, അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്ക് സ്വാർത്ഥസ്യ അകോവിദം. താൻ എന്തിനാണ്, തന്റെ ജീവിതം എന്തിനാണ്, തന്റെ ഈ ഒരു ശരീരം എന്തിനാണെന്ന് അറിയാത്തവൻ ആണ് സ്വാർത്ഥസ്യ അകോവിദം. അപ്പോ താൻ എന്തിനാണ്, തന്റെ ജീവിതം എന്തിനാണ്, തന്റെ മനുഷ്യ ശരീരം എന്തിനാണ് എന്നറിയാത്തവൻ എത്ര പഠിച്ചിട്ട് കാര്യമില്ല. അവൻ പണ്ഡിതനല്ല. അവൻ ആരാണ്? പണ്ഡിത മാനിനം. അവൻ പണ്ഡിതൻ എന്ന് അഹങ്കരിക്കുന്നവനാണ്, അജ്ഞനാണ്. ഭാഗവതത്തിലെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ആരാണ് ജ്ഞാനി, ആരാണ് അജ്ഞാനി? ഈ ബാഹ്യപ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നവൻ അജ്ഞൻ. ഈ ബാഹ്യപ്രപഞ്ചം മിഥ്യയാണ്, ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര എന്ന് മനസ്സിലാക്കുന്നവൻ, അനുഭവിക്കുന്നവൻ, പുസ്തകം നോക്കി പഠിക്കുന്നവനല്ല, ഈ ഒരു സത്യത്തെ അനുഭവിക്കുന്നവനാണ് ജ്ഞാനി. ആ ജ്ഞാനത്തിലൂടെയാണ് മുക്തി. ജ്ഞാനാദേവതു കൈവല്യം. അവിടെ പറയുന്ന ജ്ഞാനം പുസ്തകജ്ഞാനമല്ല, ശാസ്ത്രജ്ഞാനമല്ല.
വിജ്ഞാനത്തോടുകൂടിയ ജ്ഞാനമാണ്. ജ്ഞാനം വിജ്ഞാനസഹിതം. സ്വാർത്ഥസ്യ അകോവിദം ധിങ്മാം മൂർഖം. ഞാൻ എത്ര മണ്ടനായി പോയി, ഞാൻ വലിയ അറിവുള്ളവനാണെന്നല്ലേ തെറ്റിദ്ധരിച്ചത്. കഷ്ടം കഷ്ടം. ധിക് എന്നാ പറഞ്ഞത്. തന്നെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അയളൻ തന്നെ നിന്ദിക്കുന്നു. ധിങ് മാം. കഷ്ടം, എത്ര മൂഢനായി പോയി ഞാൻ. കാരണം എന്നെ സ്ത്രീകളാണ് ജയിച്ചത്. അബലയായിട്ടുള്ള സ്ത്രീ ജയിച്ചു. സ്ത്രീഭിഹി ഗോഖരവത് ജിത. പശുക്കുട്ടികളെയോ അല്ലയോ പശുക്കുട്ടികളെയോ കഴുതകളെയോ ഒക്കെ ജയിക്കുന്നത് പോലെ അബലകളായിട്ടുള്ള സ്ത്രീകൾ എന്നെ ജയിച്ചു. എന്നെ എന്തിനു കൊള്ളാം? കഷ്ടം. സർവതോ വർഷഭൂഗാന്മേ ഉർവശ്യ അധരാസവന്ന തൃപ്യത്യാത്മഭൂ കാമ. ഇങ്ങനെ പല പല സുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങളിൽ അങ്ങനെ രമിച്ചുകൊണ്ട് എത്രയോ കാലം കഴിയുന്നു. വർഷഭൂഗാഹ, എത്രയോ കാലം കഴിഞ്ഞുപോയി. ഉർവശിയുടെ അധരാമൃതം കുടിച്ച് കുടിച്ച് രസിച്ച് കഴിഞ്ഞു കാലം, എത്രയോ കാലം. എന്നിട്ട് തൃപ്തി വന്നില്ല. ആത്മഭൂ കാമഹ. ആത്മഭൂ എന്ന് പറഞ്ഞാലോ തന്നിൽ നിന്ന് തന്നെ ഉദിച്ചുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും അടങ്ങാത്ത കാമം. ആ കാമം തൃപ്തമായില്ല. ഏതുപോലെ? വന്യരാഹുതിഭിർയഥ. അഗ്നിയിലേക്ക് നമ്മൾ ആഹുതി അർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി ആളിക്കത്തുക ചെയ്യുക. അതുപോലെയാണ് നമ്മൾ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനുഭവിക്കും തോറും അതങ്ങനെ കൂടി വരും. അല്ലേ? നമ്മള് നവമസ്കന്ധത്തിലെ യയാതിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? യയാതിയുടെ കഥ പഠിച്ചില്ലേ? യയാതിയുടെ കഥയിൽ അത് യയാതി തന്നെ അവസാനം നിർവിണ്ണനായിട്ട് വിരക്തനായിട്ട് യയാതി തന്നെ പറയുന്നുണ്ട്. നജാതു കാമ കാമാനാം ഉപഭോഗേന ശമ്യതി. നജാതു കാമ കാമാനാം ഉപഭോഗേന ശമ്യതി. ഉപഭോഗേന ന ശമ്യതി. ആ അനുഭവിച്ച് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താം എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട. സാധ്യമല്ല. ഏതുപോലെ? ഹവിഷ കൃഷ്ണവർത്മേവ ഭൂയയേവാഭിവർദ്ധത്തെ. ഹവിസ് അർപ്പിക്കുമ്പോ കൃഷ്ണവർമ്മ പറഞ്ഞാൽ അഗ്നി. അഗ്നി എങ്ങനെയാണ് ആളിക്കത്തുന്നത്? അതുപോലെ ഭൂയഹ അഭിവർദ്ധത്തെ. വീണ്ടും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഇവിടെ അയളൻ പറയുന്നത്, പുരൂരവസ്ഥ പറയുന്നത്. എനിക്ക് എന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല. അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വന്നി ആഹുതിഭിർയഥ. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത പുംശ്ചല്യ അപഹൃതം ചിത്തം. പുംശ്ചല്യ അപഹൃതം ചിത്തം. ആ പുംശ്ചലി, വൃത്തികെട്ട പല പല അഭിനയങ്ങളിലൂടെയും ആരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ളവള്, അവളുടെ ആ ഒരു ചേഷ്ടകളിൽ ഞാൻ മുങ്ങിപ്പോയി, തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മള് പല പല ഇതുപോലുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നുള്ള അർത്ഥത്തിലല്ല. സങ്കടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വിഭ്രമാവസ്ഥ. ആ വിഭ്രമ അവസ്ഥയിൽ വന്നുപോയി കഴിഞ്ഞാല് വിവേകത്തിലൂടെയാണ് ആ സങ്കട നിവൃത്തി വരുത്തേണ്ടത്. ശ്രദ്ധിക്കണം. അപ്പോ സങ്കടം നിവൃത്തമാകണമെങ്കിൽ വിവേകമുണ്ടാകണം. എന്താണ് ഉചിതം, എന്താണ് അനുചിതം എന്നുള്ള വിവിച്യ ജ്ഞാനം, തിരിച്ചറിവ് അതുണ്ടാകണം. അതുണ്ടായില്ല. ആ വിവേകം വരാത്തൊരവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. പുംശല്യ അപഹൃതം ചിത്തം കോന്വന്യോമോചിതും പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തം അധോക്ഷജം. ഇത് നമുക്കുള്ളൊരു ഉപദേശം. എന്താണ്? ഏതൊരു സങ്കടാവസ്ഥയിലും പല പല വിഷയസുഖങ്ങളിൽ ഭ്രമിച്ച മനസ്സിനെ ഉയർത്തണമെങ്കിൽ, രക്ഷിക്കണമെങ്കിൽ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാനല്ലാതെ ആത്മാരാമനായ ആ അധോക്ഷജനായ
ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ അല്ലാതെ വേറെ ആർക്കാണ് നമ്മെ മോചിപ്പിക്കാൻ സാധിക്കുക? നമ്മളോട് പുരൂരവസ് ചോദിക്കുന്നു, ആത്മാരാമേശ്വരം ഋതേ ഭഗവന്തം അധോക്ഷജം മോചിതും കഹാ പ്രഭു. ആർക്ക് സാധിക്കും? അപ്പോ മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല. അപ്പോ ദേവന്മാരെ പൂജിച്ചു. എന്തുകൊണ്ട്? കർമ്മങ്ങളെ കൊണ്ട്. കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരെ പൂജിച്ചിട്ടൊന്നും രക്ഷ നേടിയില്ല. ഇനി എന്താ വഴി? ഇനി ഭഗവത് ഭജനം തന്നെ വഴി. അപ്പോ കർമ്മങ്ങളെ കൊണ്ട് പൂജ ചെയ്താൽ മാത്രം നമ്മൾ രക്ഷപ്പെടണമെന്നില്ല എന്നർത്ഥം. ആ കർമ്മങ്ങളെ പൂജയാക്കി മാറ്റിയിട്ടും നമ്മുടെ ചിത്തം ശുദ്ധമാകുന്നില്ലെങ്കിൽ പിന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രയോജനമുണ്ടോ? കർമ്മങ്ങള് അർച്ചനയാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് പദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഗീതയിൽ പറയില്ല, സ്വകർമ്മണ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ആ സിദ്ധിയിലേക്ക് എത്തണമെങ്കിൽ ആ കർമ്മം അർച്ചനയായി മനസ്സ് തെളിയണം. അത് തെളിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ വഴി? ഭജിക്കുക. ഭഗവത് ഭജനമാണ് വഴി, വേറെ വഴിയില്ല. ഉർവശി മനസ്സിനെ അപഹരിക്കുക മാത്രമാണോ ചെയ്തത്? ആണോ? അല്ല. ഉർവശി അങ്ങനെ പല പല ചേഷ്ടകളും കാട്ടിയിട്ട് വഞ്ചിക്കുകയൊന്നും ചെയ്തതല്ല. ഉർവശിയെ കുറ്റം പറയൊന്നും വേണ്ട. കാരണം ഉർവശി നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. ആരെ? പുരൂരവസ്തനെ. പുരൂരവസ്തനെ ഉർവശി ഉപദേശിച്ചിട്ടും ആ ഉപദേശം കേട്ടില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയും, ബോധിതസ്യ അപിദേവ്യാമേ സൂക്തവാക്യേന ദുർമതേഃ മനോഗതോ മഹാമോഹോ നാപയാത്യജിതാത്മനഃ. സൂക്തവാക്യേന, നല്ല നല്ല വാക്യങ്ങളിലൂടെ. ദേവ്യ, ദേവി ഉർവശി എന്നർത്ഥം. ആ ഉർവശി എത്രയോ ഉപദേശിച്ചു നോക്കി. പക്ഷേ ആ ഉപദേശമൊന്നും കേട്ടില്ല. അപ്പൊ ഉർവശി മനസ്സിനെ തന്റെ സൗന്ദര്യം കൊണ്ട്, തന്റെ അവയവ ലാവണ്യം കൊണ്ട് മതിക്കുക, ഭ്രമിപ്പിക്കുക, അതൊന്നുമല്ല ചെയ്തത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അല്ലയോ മഹാരാജാവേ, ഭ്രമിച്ചു പോകരുത്. എന്നെ വിചാരിച്ചുകൊണ്ടിങ്ങനെ അങ്ങ് ക്ലേശം അനുഭവിക്കരുത്. എന്റെ ഈ ഒരു ശരീരസുഖത്തിൽ ഭ്രമിക്കരുത്. എന്റെ വിരഹത്തിൽ തപിക്കരുത്. ഉർവശി പറഞ്ഞു, ഒരിക്കലും എന്റെ വിരഹത്തിൽ അങ്ങ് തപിക്കാൻ പാടില്ല. ദോഷകാരികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ അങ്ങ് അടക്കുകയാണ് വേണ്ടത്. വിശ്വസിക്കരുത്. ചെന്നായ്ക്കളെ പോലെയാണ്. ഉർവശി പറയുന്ന വാക്കതാണ്. വൃകായിവ, ചെന്നായ്ക്കളെ പോലെയാണ്. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾക്കൊന്നും അങ്ങ് അടിമപ്പെട്ടു പോകരുത്. ആ ചെന്നായ്ക്കൾക്ക് ഭക്ഷണമായിട്ട് ഭവിക്കരുത്. ഈ യുവതീ സുഖമൊക്കെ എത്രയോ എത്രയോ നിസ്സാരമാണ് എന്ന് ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. ഒരിക്കലും സ്ത്രീകളെ സഖികളായിട്ട് കാണരുത്. ഭ്രമിച്ചു പോകരുത്. ചെന്നായ്ക്കള് എങ്ങനെയാണോ അസ്ഥിഖണ്ഡം കിട്ടിയാൽ, അല്ലെങ്കിൽ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആ മാംസവും ചോരയും ഇതെല്ലാം കൂടി കടിച്ച് വലിച്ചെടുത്ത് കൂറ്റിയെടുത്തിട്ട് അവസാനം ആ എല്ലും കഷ്ണം വലിച്ചെറിയുന്നത് പോലെ നമ്മുടെ തേജസ്സും ഓജസ്സും എല്ലാം വലിച്ചൂറ്റിയെടുത്തിട്ട് ഉപേക്ഷിച്ചു കളയും. വിശ്വസിക്കരുത് എന്ന് ആരുപദേശിച്ചു? ഉർവശി ഉപദേശിച്ചു. ദേവ്യാ ഉപദിഷ്ടു ബോധിതസ്യാപി. അപ്പൊ ഇനിയുള്ള ശ്ലോകങ്ങള്, ഈ 16-ാമത്തെ ശ്ലോകം മുതൽ 10 ശ്ലോകങ്ങള് ഇനി താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞ 8 ശ്ലോകങ്ങളില് തന്റെ ദുഃഖം, തന്റെ വിചാരഗതിയാണ് പറഞ്ഞതെങ്കിൽ ഇനി എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിർണയമാണ് അടുത്ത 10 ശ്ലോകങ്ങളില്. മനോഗതോ മഹാമോഹോ നാപയാത്യജിതാത്മന കിമേതയാ നോപകൃതം രജ്വാവാ സർപ്പചേതസഃ.
രജ്ജുസ്വരൂപാവിദുഷോ യോഹം യദചിതേന്ദ്രിയ. വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഉർവശി എന്ത് തെറ്റ് ചെയ്തു? ഇതാണ് അടുത്ത ചോദ്യം. കിം ഏതയാ ന അപകൃതം നഹ, ഞങ്ങൾക്ക് എന്ത് തെറ്റാണ്, എന്ത് അപരാധമാണ് ഈ ഉർവശി ചെയ്തത്? തെറ്റ് ചെയ്തതല്ല. രജ്ജ്വാവാ സർപ്പചേതസ. നമുക്കറിയാവുന്ന ഒരു ഉദാഹരണം അല്ലെ? വേദാന്തം കേൾക്കുമ്പോൾ, വേദാന്തം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണെന്ത്? രജ്ജു സർപ്പന്യായം എന്ന് പറയും, അധ്യാരോപം. രജ്ജ്വാ സർപ്പചേതസ. സന്ധ്യാസമയത്ത് അമ്പലത്തിൽ തൊഴുത് ദീപാരാധന തൊഴുതിട്ട് മടങ്ങുമ്പോ സന്ധ്യയായി. അപ്പൊ വഴിയില് പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് ഉറക്കെ കരഞ്ഞു, ദേഹമൊക്കെ വേർത്തു, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കൂടെയുള്ളവരെല്ലാവരും ഓടിയെടുത്തു. ഇരുട്ടത്തൊന്നും കാണാനില്ല. അപ്പോഴാണ് ഒരാള് ഓടി ഒരു ടോർച്ചുമായിട്ട് വന്ന് നോക്കിയത്. ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് കയറായിരുന്നു, പാമ്പല്ല. പാമ്പെന്ന് തെറ്റിദ്ധരിച്ച് ബഹളം വെച്ചു, കരഞ്ഞു, എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇല്ലേ? അപ്പോ പാമ്പാണ് എന്ന് താൻ തെറ്റിദ്ധരിച്ചു. അത് കയറിന്റെ കുഴപ്പമാണോ? ആണോ? ആണോ? അല്ല. രജ്ജ്വാ സർപ്പചേതസ. കയറിൽ പാമ്പിനെ തെറ്റിദ്ധരിച്ച ഞാനാണ് തെറ്റുകാരൻ, ഉർവശിയല്ല. ഉർവശിയുടെ ദേഹമാണ് സർവസ്വം എന്ന് തെറ്റിദ്ധരിച്ചു ഞാനാണ് തെറ്റുകാരൻ. രജ്ജുസ്വരൂപ അവിദുഷ. രജ്ജുസ്വരൂപ അവിദുഷ. കയറാണ് എന്ന് മനസ്സിലാക്കാത്ത ഞാൻ. എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? അജിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് ഉർവശിയുടെ ദേഹത്തിൽ ഞാൻ ഭ്രമിച്ചുപോയി. യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ ഭ്രമിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ചോദ്യം. എന്താ ഇത്രമാത്രം ഭ്രമിക്കുവാൻ? ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ക്വാ അയം മലീമസഹ്കായോ ദൗർഗന്ധ്യാദ്യാത്മകോ അശുചി കോ ഗുണാ സൗമനസ്യാദ്യ അധ്യാസോ അവിദ്യയാ കൃതഃ. ഈ മലീമസമായിട്ടുള്ള ശരീരം, എവിടെയും ദുർഗന്ധം. എന്താ ഇതിലുള്ളത്? നഖവും രോമവും മാംസവും മലവും മൂത്രവും മജ്ജയും അസ്ഥിയും, ഇതൊക്കെയല്ലേ സാധനം? ഇതിൽ പരമായിട്ട് എന്താ ഉള്ളത്? ഇതെല്ലാം കൂടിയിട്ട് അവസാനം ചുറ്റിലും ഒരു തോല് കൊണ്ട്, ഒരു ചർമ്മം കൊണ്ട് ഇതിനെ മുഴുവൻ അങ്ങോട്ട് മൂടിയപ്പോ ആഹാ എന്ത് ഭംഗി! ഈ പറഞ്ഞ നഖമോ കേശമോ ചോരയോ മലമോ മൂത്രമോ മജ്ജയോ ഇതെന്തെങ്കിലും നമുക്കിഷ്ടപ്പെട്ടതാണോ? ആണോ? അല്ല. ഇത് ഏതെങ്കിലും ഒരു സാധനം ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ നമ്മൾ ഭക്ഷണം കഴിക്കുവോ? ഇല്ല. പക്ഷെ ഇതെല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു സാധനമാണ് സർവസ്വം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ചോദിക്കുന്നു ഭാഗവതം, ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാദ്യാത്മകോ ശുചി കോ ഗുണാഃ സൗമനസ്യാദ്യാഹി അധ്യാസോ അവിദ്യയാ കൃതഃ. അവിദ്യയാ കൃതഃ അധ്യാസഃ. ഇതാണ് ആ പദം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പദം അതാണ്. അവിദ്യ. തെറ്റിദ്ധരിക്കുന്നു നമ്മള്. നമുക്ക് വിദ്യയല്ല ഉള്ളത്, അവിദ്യയാണ്. അവിദ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അധ്യാസം ചെയ്യുന്നു, ആരോപിക്കുന്നു. അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോപിക്കുക. നമ്മളിത് പലതും 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 ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണാഃ സൗമനസ്യാദ്യ. എത്രയോ 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 നല്ല 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 ഗുണങ്ങൾ വേറെയുണ്ട്. ആ ഗുണങ്ങളൊന്നുമില്ലാത്ത ദുർഗന്ധാദി ദുർഗുണങ്ങൾ മാത്രമുള്ള ഈ ശരീരത്തിൽ എന്തിനാണ് നിങ്ങൾ ഭ്രമിക്കുന്നത്?
ഇതൊരു തെറ്റിദ്ധാരണയല്ലേ? അവിദ്യയല്ലേ? ഇതാരുടേതാണ്? ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാ? ആരാ ഉടമസ്ഥൻ? പിത്രോഹോ കിം സ്വന്നു ഭാര്യായ സ്വാമിനോഗ്നേശ്വഗൃദ്രയോ കിമാത്മന കിം സുഹൃദാം ഇതി യോ നാവസീയതേ. നല്ലൊരു ചോദ്യം. ഈ ശരീരം ആരുടേതാണ്? നമുക്ക് ജന്മം തന്ന അച്ഛന്റെയും അമ്മയുടേതുമാണോ ഈ ശരീരം? പിത്രോഹോ കിം എന്നാ ചോദിച്ചത്. ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ അച്ഛനും അമ്മയുമാണോ? അല്ല. നന്നായി അത്രമാത്രം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യക്കല്ലേ ഇതിൽ അവകാശം? അപ്പൊ അടുത്ത ചോദ്യം, ഈ ശരീരം ആരുടേതാ? ഭാര്യയുടേതാണ്. ഭാര്യക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ, ഭർത്താവിന്റെ ശരീരം ആർക്ക് അധികാരപ്പെട്ടത്? ഭാര്യക്ക് അധികാരപ്പെട്ടതാണ്. അപ്പോ അച്ഛനും അമ്മയുമല്ല. പിത്രോ കിം സ്വംനു ഭാര്യായാഹ സ്വാമിനഃ. ഒരു വലിയ മുതലാളിയുടെ കീഴില് വിടുപണി ചെയ്യേണ്ടി വരുമ്പോ, അടിമപ്പണി ചെയ്യേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുമ്പോ, ഇതേ ഈ ശരീരം തന്നെ ആർക്ക് അവകാശപ്പെട്ടത്? ആർക്ക്? ആ യജമാനന് അവകാശപ്പെട്ടതാണ്. സ്വാമിനഃ. അപ്പോ ആ ശരീരം യജമാനന്റേതല്ലേ? ഈ ദേഹത്തിൽ നിന്ന് ആ ഭഗവത് ചൈതന്യം പ്രാണൻ അങ്ങോട്ട് പോയപ്പോ പിന്നീട് ഇതെടുത്ത് കൊണ്ടുവന്ന് ചിതയിൽ വെച്ചു, ഇല്ലേ? ശരീരം ആർക്ക് അവകാശപ്പെട്ടതാ? അഗ്നേഹേ. അഗ്നിക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പോ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ അവസാനം ആരാണ്? അഗ്നിയല്ലേ? അഗ്നേഹേ അല്ല. ചിലപ്പോ ഇത് വേണ്ടുന്ന രീതിയില്, ഉചിത രീതിയില് സംസ്കരിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലോ, അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും ചിലപ്പോ വീണ് കടന്ന് അളിഞ്ഞ് പട്ടി കടിച്ചു വലിച്ചും, ഇല്ലേ, കാക്കയോ കഴുകനോ കുറുനരിയോ അല്ലെങ്കിൽ ചിലപ്പോ കൃമികളോ ഒക്കെ ഭക്ഷിക്കല്ലേ ചെയ്യ. അപ്പോ അവകാശം ആർക്കായി? സ്വഗൃദ്രയോ. പിന്നെ കിമാത്മന കിം സുഹൃദാം യതി. കിം ആത്മന. തൽക്കാലം പ്രാരബ്ധത്തിനനുസരിച്ച് പുണ്യപാപ കർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് ഞാനാണ് ഈ സ്വീകരിച്ചത് ഈ ദേഹത്തെ, അല്ലെ? ഞാനെന്ന് പറഞ്ഞാൽ ആരാ? ജീവൻ. കിം ആത്മനഃ. അപ്പോ ഞാനെന്ന ജീവൻ ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കല്ലേ ഇപ്പോഴ്. അപ്പൊ ഇത് ആരുടെ ശരീരമാണ്? ജീവാത്മാവിൻ്റെതല്ലേ? അതല്ല. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് സുഹൃത്തുക്കള്. അപ്പൊ അവർക്ക് അവകാശപ്പെട്ടതാണോ? യഥാർത്ഥത്തില് ഈ ശരീരം ആർക്ക് അധികാരപ്പെട്ടതാണ്? ആരുടേതാണ് ഈ ശരീരം? തസ്മിൻ കളേവരേ അമേധ്യേ തുച്ഛനിഷ്ഠേ വിഷജ്യതേ. അപ്പൊ ഇത് ഒരു അമേധ്യമാണ്, ഇത് തുച്ഛമാണ്. കാരണം എന്താ? കാരണം ഇത് അവസാനം ഒന്നുകില് ഭസ്മമായി തീരും, ഒരു പിടി ചാരമായി തീരും, അല്ലെങ്കിലോ കൃമി കീടങ്ങൾക്ക് ഭക്ഷണമായി തീരും. അതല്ലേ ശരീരം? അത്രയേ ഉള്ളൂ. അപ്പൊ അത് തുച്ഛമാണ്, തുച്ഛനിഷ്ഠേ. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഈ ശരീരത്തിൽ ആസക്തരാകുന്നത്, ഭ്രമിച്ചു പോകുന്നത്? ഈ ശരീരമാണ് സർവസ്വം സർവസ്വം എന്ന് എന്തിനാ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്? അഹോ സുഭദ്രം സുനസം സുസ്മിതം ച മുഖം സ്ത്രീയാ. ആ സ്ത്രീയുടെ, ആ സുന്ദരിയുടെ മന്ദഹാസം കാണുമ്പോൾ ആ കണ്ണു കൊള്ളാം, മൂക്ക് കൊള്ളാം, ആ ചിരി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഭ്രമിച്ചു പോകുന്നത്? ചോദിക്കുന്നു പുരൂരവസ്ഥ നമ്മളോട്. കഷ്ടം, കഷ്ടം. എന്തേ? ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. എന്താണ് ഈ ശരീരം? ത്വങ്മാംസ രുധിരസ്നായു മേധോ മജ്ജാസ്ഥി സംഹതൗ വിൺമൂത്രപൂയേ രമതാം കൃമീണാം
കിയദന്തരം. പുഴുക്കൾക്ക്, കൃമികൾക്കും ഈ പുഴുക്കൾക്കും നമുക്ക് തമ്മിൽ എന്താ വ്യത്യാസം? എന്തേ? വിൺ, ത്വക്ക്, മാംസ, രുധിര, സ്നായു, മേധോ, മജ്ജാസ്ഥി സംഹതൗ. സപ്തധാതുക്കളെയാണ് പറഞ്ഞത്. സപ്തധാതുക്കൾ. അപ്പൊ ആ സപ്തധാതുക്കളോട് കൂടിയ ത്വക്ക്, മാംസം, പിന്നെ സ്നായുക്കള്, ചോര, മജ്ജ, മേധസ്, പിന്നെ അസ്ഥി, ഈ 7 എണ്ണം. പിന്നെ വിൺമൂത്രപൂയേ, മലമാംസാദികള്, ഇതെല്ലാം കൂടി നിറഞ്ഞിരിക്കുന്ന സാധനം. ഇതിൽ ആനന്ദിക്കുന്നതാരാ? പുഴുക്കളാണ്, കൃമി കീടങ്ങളാണ് ഈ മലമൂത്രാദികളിലും ഈ സ്നായുവിലും മജ്ജയിലും അസ്ഥിയിലും മാംസത്തിലും ഒക്കെ രമിക്കുന്നത്. അപ്പൊ ഇതിൽ രമിക്കുന്ന, ഭ്രമിക്കുന്ന, കിടന്ന് പിടയ്ക്കുന്ന പുഴുക്കൾക്കും നമുക്ക് തമ്മിൽ എന്ത് വ്യത്യാസം? കിയദന്തരം. എന്ത് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് അഥാപി നോപസജ്ജേത, അതുകൊണ്ട് നമ്മളോട് പറയുന്നു ഒരിക്കലും ന ഉപസജ്ജേത, ഒരിക്കലും മനസ്സ് വെക്കരുത്, അത് ഭ്രമിച്ചു പോകരുത്. സ്ത്രീഷു സ്ത്രൈണേഷു, 2 കാര്യം പറയുന്നത്. അർത്ഥവിത്ത്, പരമാർത്ഥം അറിയുന്ന ഒരാള്, താത്വികമായിട്ടുള്ള ചിന്തനം ചെയ്യുന്ന ഒരാള്, ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിയുന്ന ഒരാള്, മനുഷ്യ ജന്മത്തിന്റെ സാർത്ഥകത എന്ത് എന്ന് അറിയുന്ന ഒരാള് ഒരിക്കലും സ്ത്രീകളിലും സ്ത്രീകളുടെ കാര്യം മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രൈണന്മാരിലും, അതാണ് സ്ത്രീഷു സ്ത്രൈണേഷു, സ്ത്രീകളിലും സ്ത്രൈണന്മാരിലും, സ്ത്രീകളുടെ കാര്യം മാത്രം എപ്പോഴും പറഞ്ഞു നടക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രൈണന്മാരിലും മനസ്സ് ഒരിക്കലും വെച്ചു പോകരുത് എന്ന് ഉപസജ്ജേത. എന്തുകൊണ്ട്? വിഷയേന്ദ്രിയ സംയോഗാത് മനഃ ക്ഷുഭ്യതി. മനസ്സ് എപ്പോഴും ക്ഷോഭിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് മനസ്സ് ക്ഷോഭിക്കുന്നത്, അല്ലേ? ഓരോ ഇന്ദ്രിയങ്ങള്, ആ ഇന്ദ്രിയങ്ങളുടെ അർത്ഥം, ഇന്ദ്രിയാർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയം. കണ്ണുകൊണ്ട് പലതും കാണുമ്പോഴാണ് പ്രശ്നം. കണ്ണുകൊണ്ട് കാണേണ്ടത് ആരെയാണ്? കണ്ണനെയാണ് കാണേണ്ടത്, അല്ലെ? കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ കണ്ണാ, കണ്ണെന്തിനാ. കണ്ണനെ കാണാനാണ് കണ്ണുകള്. അപ്പൊ കണ്ണുകൊണ്ട് കണ്ണനെ തന്നെ കാണൂ, കാതുകൊണ്ട് കീർത്തനം കേട്ടു, നാമസങ്കീർത്തനങ്ങൾ കേൾക്കൂ, ഭഗവത് കഥകൾ കേൾക്കൂ. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പല ബാഹ്യ ലൗകിക വിഷയങ്ങളിലേക്കും സഞ്ചരിക്കാതെ ഉറപ്പിക്കൂ മനസ്സിനെ. എപ്പോഴാണോ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് പാറി നടക്കുന്നത്, പറന്നു നടക്കുന്നത്, അപ്പോൾ മനസ്സ് ക്ഷോഭിക്കും. ഈ ഇന്ദ്രിയങ്ങളെ ഓരോരോ വിഷയങ്ങളിൽ നിന്നും പ്രത്യാഹാരം, അതാണ് യോഗശാസ്ത്രത്തില് അതിനെന്താ പേര്? പ്രത്യാഹാരം, അല്ലെ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അഷ്ടാംഗയോഗമാണ്. അതില് ആ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ തിരിച്ച് പിടിക്കുന്നതിന് എന്ത് പേര്? പ്രതി ആഹ്രിയതേ ഇത് പ്രത്യാഹാര. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഭഗവത് പാദത്തിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ മനസ്സ് അടങ്ങില്ല, മനസ്സടങ്ങുകയില്ല. അതാണ് ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞത്, വിഷയേന്ദ്രിയ സംയോഗാത് മനഃ ക്ഷുഭ്യതി നാന്യഥ. അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല, മറ്റൊരു ഉപായവുമില്ല. തിരിച്ചായാൽ മനസ്സ് ക്ഷോഭിക്കുന്നു. അദൃഷ്ടാത് അശ്രുതാത് ഭാവാത് ന ഭാവ ഉപജായതേ. എന്ത് ഗംഭീരായിട്ടാ പറയുന്നു നോക്കൂ. അദൃഷ്ടാത് അശ്രുതാത് ഭാവാത് ന ഭാവ ഉപജായത്തെ. നമുക്ക് ഏതിനോടെങ്കിലും ഒരു ആർത്തി അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല,
അങ്ങനെയുള്ള ഒരു സാധനത്തോട് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാണണം അല്ലെങ്കിൽ ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അത് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കേൾക്കാത്ത ഒരു വസ്തുവിനോട് നമുക്കൊരിക്കലും ആസക്തി ഉണ്ടാവുകയില്ല. അദൃഷ്ടാത് അശ്രുതാത് ഭാവാത് ന ഭാവ ഉപജായത്തെ നൈവ ഉപജായത്തെ. ആ അസംപ്രയുഞ്ജതഃ പ്രാണൻ ശാമ്യതി സ്ഥിമിതം മനഃ. അതിലേക്ക് ഭ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ മനസ്സെപ്പോഴും സ്ഥിമിതം, ശാന്തമാകും. അല്ലാതെ വിഷയങ്ങളിലേക്ക് ഭ്രമിച്ചാൽ മനസ്സ് ക്ഷോഭിക്കും. ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കാത്ത സമയത്ത് ശാന്തല്ലേ? അല്ലേ? ഏത്? ഉറക്കം. സുഷുപ്തി എടുത്താ പോരെ? സുഷുപ്തി, ഉറക്കം. ആ ഉറക്ക സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴോ വളരെ ശാന്തം, മനസ്സിനൊരു ക്ഷോഭവുമില്ല. തസ്മാത് സംഗോ ന കർത്തവ്യ. അദ്ദേഹത്തിന്റെ ആ നിർണയം ഈ ശ്ലോകത്തോടുകൂടി പൂർണ്ണമാക്കുകയാണ്. എന്താണ്? തസ്മാ സംഗോ ന കർത്തവ്യ സ്ത്രീഷു സ്ത്രൈണേഷു ച ഇന്ദ്രിയൈ. അതുകൊണ്ട് സ്ത്രീകളുമായിട്ടും സ്ത്രീ ലംബടന്മാരുമായിട്ടും ഒരിക്കലും നിങ്ങൾ ഇന്ദ്രിയ സംസർഗം വെക്കരുത്. ഇന്ദ്രിയ സംസർഗം വെക്കരുത്. വിദുഷാം ചാപ്യവിശ്രദ്ധ ഷഡ്വർഗ കിമുമാദൃശാം. വിദ്വാൻമാര് പോലും പെട്ടുപോയിട്ടുണ്ട് എന്നാണ്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഈ ഇന്ദ്രിയങ്ങളിൽ ഭ്രമിച്ച വിദ്വാൻമാര്, വിദുഷാം ച അപി അവിശ്രദ്ധ, വിശ്വസിക്കാൻ പറ്റില്ല. ബലവാൻ ഇന്ദ്രിയഗ്രാം, ഭാഗവതത്തിൽ പറയുന്നില്ലേ? ഇല്ലേ? യയാതിയുടെ കഥയിൽ തന്നെ പറയുന്നത് ബലവാൻ ഇന്ദ്രിയഗ്രാം വിദ്വാംസമപി കർഷതി. ഈ ഇന്ദ്രിയഗ്രാമം ഉണ്ടല്ലോ, അത് വലിയ പണ്ഡിതനെ പോലും പിടിച്ചു വലിക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഭാഗവതത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയും, മാത്രാ സ്വസ്ത്രാ ദുഹിത്രാവ ന വിവിക്താസനോ ഭവേത്. അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും മകളാണെങ്കിലും ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് ഒന്നിച്ചിരിക്കരുത്, ഒന്നിച്ച് ഉണ്ടാകരുത്. ന വിവിക്താസനോ ഭവേത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞത്? ബലവാൻ ഇന്ദ്രിയഗ്രാമ വിദ്വാംസമപി കർഷതി. ഇതാണ് അവസ്ഥ. ഒന്ന് ഓർമ്മപ്പെടുത്താണ് ഇവിടെ. വിദുഷാം ചാപ്യവിശ്രദ്ധ ഷഡ്വർഗ കിമു മാദൃശാം. ഇത്രയും പുരൂരവസിന്റെ ഉപദേശം അല്ലെങ്കിൽ പുരൂരവസിന്റെ വിലാപം, ഇത് ഭഗവാൻ ഉദ്ധവരെ കേൾപ്പിച്ചിട്ട് ഇനി ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ്, ഉദ്ധവ ഏവം പ്രഗായൻ നൃപദേവദേവ സ ഉർവശീലോകമഥോ വിഹായ ആത്മാനമാത്മന്യവഗമ്യ മാം വൈ ഉപാരമജ്ഞാന വിധൂതമോഹ. ഇങ്ങനെ പാടിക്കൊണ്ട് പരമവിരക്തനായിട്ട് ആ നൃപദേവദേവനായ പുരൂരവസ് ഉർവശീലോകത്ത് വിട്ടു. ഉർവശീലോകത്ത് വിട്ടു വന്നു. എന്നിട്ട് തന്റെ ഉള്ളിൽ തന്നെയുള്ള തന്നെ അന്വേഷിച്ചു. ആത്മാനം ആത്മന്യവഗമ്യ. ആത്മനി ആത്മാനം അവഗമ്യ. ആ ജീവാത്മാവിൽ തന്നെയുള്ള പരമാത്മാവിനെ തിരിച്ചറിഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞു. അതിലൂടെ ഉപാരമത്, ജ്ഞാനം നേടിയപ്പോ ജ്ഞാനം കൊണ്ട് മോഹം വിധൂതമായി. അതാണ് ജ്ഞാന വിധൂത മോഹ. മോഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനം നീങ്ങി, ജ്ഞാനം ഉണർന്നു, വിരക്തനായി, എന്റെ പാതാരവിന്ദത്തിൽ തന്നെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഉദ്ധവ ദുസ്സംഗമുത്സൃജ്യ സത്സുസജ്ജേത ബുദ്ധിമാൻ.
ഇനിയുള്ള പദങ്ങൾ ഭഗവാന്റെ വാക്കുകളാണ്, വളരെ ശ്രദ്ധിക്കണം. അല്പസമയം മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ ഉപദേശങ്ങള് കുറച്ച് ശ്ലോകങ്ങളില്, ഒരു 10 ശ്ലോകങ്ങളില്. തതോ ദുസ്സംഗമുത്സൃജ്യ സത്സു സജ്ജേത ബുദ്ധിമാൻ സന്തയേതസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിഭി. തതോ ദുസ്സംഗമുത്സൃജ്യ, അതുകൊണ്ട് ഉദ്ധവ, ബുദ്ധിയുള്ളവൻ, വിവേകമുള്ളവൻ ദുസ്സംഗം വിട്ട് സത്സംഗത്തിൽ ആനന്ദം അനുഭവിക്കണം. സത്സു സജ്ജേത, കാരണം സജ്ജനങ്ങളാണ് ഈ മനസ്സിൽ വന്നുകൂടുന്ന മാലിന്യങ്ങളെയൊക്കെ നീങ്ങി ശുദ്ധീകരിക്കുന്നത്. സത്സംഗത്തിനെ കുറിച്ച് ഭാഗവതത്തിൽ പറയില്ലേ? എന്താണ്? സത്സംഗ സർവസംഗാപഹ. സർവസംഗാപഹമാണ്. ഏകാദശത്തിലെ 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടത്. സകല ദുസ്സംഗത്തിന്റെ മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് സത്സംഗം. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു സത്സംഗമാണ്. 10-11 വർഷക്കാലമായിട്ട് ഇവിടെ നടക്കുന്നത് ഒരു സത്സംഗം. അതുപോലുള്ള സത്സംഗങ്ങളായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെയാണ്. സത്സംഗം തരണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുക. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ദുസ്സംഗം മാത്രമേ ഉള്ളൂ. എവിടെയും അത് മാത്രമേ ഉള്ളൂ. കാണുന്നതും കേൾക്കുന്നതും എല്ലാം, ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും എല്ലാം ദുസ്സംഗങ്ങളാണ്. മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. പുറത്തല്ല മാലിന്യങ്ങൾ, അകത്താണ്. കുന്നുകൂടി കിടക്കുന്നു മത്സര്യാദികൾ. മതമത്സര്യാദി മാലിന്യങ്ങളാണ് കുമിഞ്ഞുകൂടുന്നത്. ദുസ്സംഗമാണ് കാരണം. സത്സംഗത്തിലൂടെ മാത്രമേ ഉദ്ധവ എന്നിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. സത്സംഗേന ഹിമാം. സത്സംഗത്തിലൂടെ എന്നിൽ എത്ര 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 പേര് എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്ധവ, അറിയോ? പശു പക്ഷി മൃഗാദികള് സത്സംഗത്തിലൂടെ എന്റെ പാദത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തിന്? ഗോപികമാര് പോരെ? അതിനേക്കാൾ വലിയ ഉദാഹരണം വേണോ? എന്ത് ശാസ്ത്രജ്ഞാനാണ് ഗോപികമാർക്കുള്ളത്? എന്ത് വിദ്യാഭ്യാസമാണ് ഗോപികമാർക്കുള്ളത്? പക്ഷെ അവര് എന്നിൽ എത്തിച്ചേർന്നത് സത്സംഗത്തിലൂടെയാണ്. അപ്പോഴാണ് സത്സംഗം വേണം, സത്സംഗം വേണം എന്ന് പറഞ്ഞാൽ മതിയോ? ആരാ സജ്ജനങ്ങള്? എന്താ അവരുടെ ഐഡന്റിറ്റി? എന്താ? ഈ സജ്ജനങ്ങളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാ? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ആരാണ് സജ്ജനങ്ങള്. സന്തഃ അനപേക്ഷ മച്ചിത്ത പ്രശാന്ത സമദർശിന നിർമ്മമ നിരഹങ്കാര നിർദ്വന്ദ്വ നിഷ്പരിഗ്രഹ. സജ്ജനങ്ങളുടെ ലക്ഷണം ചുരുക്കി പറയാം. നിങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഭാഗവതം ഭാഗവതം അനുസന്ധാനം ചെയ്യുന്നവർക്ക് സജ്ജനങ്ങളുടെ ലക്ഷണം പല സന്ദർഭങ്ങളിലും കേൾക്കാം. ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു സന്തഃ അനപേക്ഷ, ഒന്നും ആഗ്രഹിക്കാത്തവർ, അവരാണ് സജ്ജനങ്ങൾ. അത് വേണം, ഇത് വേണം, എന്തൊക്കെയാ. ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലും ആവശ്യക്കാരായിട്ട് പോവുകയാണ്. ഒരുപാട് ആവശ്യകതകളുണ്ട്, അതൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് ലേലം വിളിക്കുക. ആരോട്? കൃഷ്ണ, ഞാൻ അത് തന്നാൽ ഇത് തരാം, ഇത് തന്നാൽ അത് തരാം. എവിടെ ലേലം വിളി? ക്ഷേത്രത്തില്. അങ്ങനെ ആഗ്രഹിക്കുന്നവര് ഭക്തന്മാരാണോ? അല്ല, അത് കച്ചവടമാണ്. പ്രഹ്ലാദൻ പറയുന്നില്ലേ? പ്രഹ്ലാദൻ നരസിംഹസ്വാമിയോട് പറയുന്നുണ്ട്, ആരാണോ ഭഗവാനെ പ്രീതിപ്പെടുത്തി വലിയ സ്തുതിയും സ്തോത്രമൊക്കെ കഴിഞ്ഞ് അത് തരണം ഇത് തരണം എന്ന് ആവശ്യപ്പെടുന്നത് അവൻ ഭക്തനല്ല. നച്ച സഭൃത്യ സവൈ വണിക്, അവൻ വെറും വ്യാപാരിയാണ്. ഒന്നും ആഗ്രഹിക്കാത്തവനാണ് ഭക്തൻ. അനപേക്ഷ, ഒന്നും വേണ്ട. നിങ്ങള് ഏകാദശത്തിൽ തന്നെ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആരെയാ? ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ഏകാദശ സ്കന്ധം കേട്ടവരല്ലേ നിങ്ങള്? അല്ലേ? സ്വാമിജിയുടെ ഏകാദശ സ്കന്ധം തന്നെ, മുക്തി സുധാകരം തന്നെ കേട്ടവരല്ലേ? പറയൂ, ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഉദ്ധവരെയാണ് ഏറ്റവും ഇഷ്ടം.
ഉദ്ധവ, എനിക്ക് ബ്രഹ്മാവിനേക്കാളും മഹാദേവനേക്കാളും എന്റെ പ്രിയപ്പെട്ട എന്റെ മാറത്ത് തന്നെ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് സ്ഥാനം കൊടുത്തിട്ടുള്ള മഹാലക്ഷ്മിയെക്കാളും എന്റെ ബലരാമസ്വാമി രാമേട്ടനേക്കാളും ഉദ്ധവ, എനിക്ക് എന്നെക്കാളും ഇഷ്ടം നിന്നെയാണ്. ഒന്നും ആഗ്രഹിക്കാത്തവനാണ് യഥാർത്ഥ ഭക്തൻ. ഭഗവാൻ അവിടെ പറയുന്നു, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. എത്ര ഗംഭീരമായിട്ട് പറയുന്നു. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം. ഓരോ വാക്കും രത്നതുല്യമായിട്ട്. നിരപേക്ഷം, ഒന്നും ആഗ്രഹിക്കാത്തവൻ, മൗനിയായിരിക്കുന്നവൻ, ശാന്തനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭക്തന്റെ പിറകെ ഞാൻ പോവുകയാണ് ഉദ്ധവ പതിവ്. ആ ഭക്തൻ എന്റെ പിറകെ വരാറില്ല, ഞാൻ ആ ഭക്തന്റെ പിറകെ പോവും. എന്തിനാ? ആ ഭക്തന്റെ പാദധൂളി ഏറ്റിട്ട് വേണം ഉദ്ധവ എനിക്ക് ശുദ്ധനാകാൻ. കൃഷ്ണൻ പറയാണ്, ആലോചിച്ച് നോക്കൂ. ഭഗവാൻ പറയാണ്, ആ ഭക്തന്റെ പാദധൂളിയാണ് പൂയേത്യഘ്രി രേണുഭിഹി. ആ ഭക്തന്റെ പാദധൂളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ സജ്ജനമാരാണ്? അനപേക്ഷം, ഒന്നും ആഗ്രഹിക്കാത്തവൻ ആണ് ഭക്തന്റെ ലക്ഷണം. ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. സജ്ജനങ്ങളുടെ ലക്ഷണം പറയുന്നു, മനസ്സ് മുഴുവൻ എന്നിൽ മാത്രം. മച്ചിത്ത, മനസ്സ് എന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? മനസ്സിന് ക്ഷോഭമില്ല. നേരത്തെ കുറച്ച് പറഞ്ഞില്ലേ, ന ക്ഷോഭയതി. അപ്പൊ എന്തായി? ശാന്തതയായി. അതാണ് പ്രശാന്ത. പിന്നെ സമദർശിന. സമദർശിന എത്രയോ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണേ പുൽക്കസേവാപി സ്തേനേവ. ബ്രാഹ്മണനായാലും ചണ്ടാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാ മമ എന്ന് ആചാര്യസ്വാമികള് മനീഷാ പഞ്ചകത്തില്. ചണ്ടാലോസ്തു സതുദ്വിജോസ്തു, എല്ലാം ഒരുപോലെ. ബ്രാഹ്മണനായാലും പുൽക്കസനായാലും കള്ളനായാലും ഒരേപോലെ, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണം. ഭേദബുദ്ധിയില്ല. ജാതിയുടെയോ മതത്തിന്റെയോ കൊടിയുടെയോ പാർട്ടിയുടെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവൻ ഭക്തൻ. സമദർശിനഃ നിർമ്മമാഃ. ഞാൻ എന്റേത് എന്നുള്ള ഭാവമില്ല. അതാണ് നിർമ്മമാ നിരഹങ്കാര. ഇതൊക്കെ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായം ഒന്ന് നോക്കുക, മറ്റൊന്നും വേണ്ട. യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം അവിടെ പറയും. നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ സമശത്രൂ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗവിവർജിത. ഇതാണ് നിർമ്മമ നിരഹങ്കാര. കാരണം മമ പിന്നെ അഹം രണ്ടാണ് പ്രശ്നക്കാര്, അല്ലേ? രണ്ടാണ്. നമ്മുടെ ഉള്ളിലേക്ക് മാലിന്യങ്ങൾ വന്ന് നിറയുന്ന ഇതിലൂടെയാണ്. കാബിലത്തിൽ പറയുന്നില്ലേ, അഹം മമാഭിമാനോത്ഥൈഹി കാമലോഭാതിഭിർമലൈഹി. അഹം മമ എന്ന അഭിമാനത്തിൽ നിന്നും ദുരഭിമാനത്തിൽ നിന്നുമാണ് കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ എന്ന സകല മാലിന്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ മാലിന്യങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിർമ്മമോ നിരഹങ്കാര നിർദ്വന്ദ്വ നിഷ്പരിഗ്രഹ. ഒന്നും വാങ്ങാത്തവർ, ഒന്നും പ്രതിഫലമേ ആഗ്രഹിക്കാതെ ഈശ്വരോപാസന ജീവിതമാർഗമായിട്ട്, എന്നാൽ അവരവരുടെ ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് ഉദ്ധവ സജ്ജനങ്ങള്. ആ സജ്ജനങ്ങളുമായിട്ടായിരിക്കണം എപ്പോഴും സംഘം. കാരണം ആ സജ്ജനങ്ങൾ പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും, ഭഗവത് കഥകൾ മാത്രമായിരിക്കും അവർ പറയാം. തേഷു നിത്യം മഹാഭാഗ മഹാഭാഗേഷു മത്കഥാ സംഭവന്തി ഹിതാ നൃണാം. അവര് വായ തുറന്നാൽ നാമം ചൊല്ലും, മറ്റുള്ളവരോ പരദൂഷണം പറയും. എന്താണ് വ്യത്യാസം? സജ്ജനങ്ങള് വായ തുറന്നാൽ അവര് നാമം ചൊല്ലും, ഭഗവത് കഥകൾ അങ്ങനെ പറയും, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ നല്ല കാര്യങ്ങള് ഇങ്ങനെ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകളും ഇല്ലാതാകുന്നു.
മനസ്സ് ശുദ്ധമാകുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, പ്രപുനം ത്യഘം. ഈ ഭഗവത് കഥകൾ അങ്ങനെ ആസ്വദിക്കുമ്പോൾ ജുഷതാം ജുഷതാം ജുഷതാം, അതെങ്ങനെ ആസ്വദിച്ച് ഭഗവത് കഥകളിൽ എങ്ങനെ ലയിക്കുമ്പോ അറിയാതെ ഉള്ളിലുള്ള പാപങ്ങൾ പോകുന്നു. ഇതിനു മുൻപ് ഇവിടെ തന്നെ ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ, ഈ സ്ഥിരമായിട്ടുള്ള വെള്ളം, മലിനജലം നിറഞ്ഞ ടാങ്ക്, വെള്ളം പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ല, മുഴുവൻ അഴുക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്നു. എന്താ വഴി? ഈ അഴുക്ക് വെള്ളം മുഴുവൻ പുറത്തേക്ക് കടക്കാൻ എന്താ വഴി? നല്ല വെള്ളം ഒഴിക്കുക അല്ലേ? നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. നല്ല വെള്ളം ഈ ടാങ്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഏതായിരിക്കും? ഏതാ പോവുക? അഴുക്ക് വെള്ളം പോവുക. അഴുക്ക് വെള്ളം പുറത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു, അഴുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകും. അവസാനം എപ്പോഴെങ്കിലും ആ ടാങ്കിൽ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ശുദ്ധജലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുവരെ ഇങ്ങനെ. അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഭഗവത് കഥകളും നാമസങ്കീർത്തനങ്ങളും അങ്ങനെ ഒഴുകുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അഴുക്കുകൾ, മാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് പോകും, ശുദ്ധമാകും. അതാണ് ഇവിടെ പറഞ്ഞത്, മത്കഥാഹ ജുഷതാം, എന്റെ കഥകൾ കേൾക്കുന്നവരുടെ അഘം പ്രപുനന്തി, പാപമില്ലാതായി മനസ്സ് ശുദ്ധമായി തീരുന്നു. കഥകളല്ലേ കേൾക്കുന്നത്? തായേ ശൃണ്വന്തി ഗായന്തി, തായേ ശൃണ്വന്തി ഗായന്തി. ആ കഥകൾ എങ്ങനെ പാടുന്നു, കേൾക്കുന്നു? അനുമോദന്തി ജാതൃതാ മത്പരാ ശ്രദ്ധധാനാശ്ച ഭക്തിം ബിന്ദന്തി തേമയി. അതിലൂടെ ആ ഭഗവത് കഥകൾ എങ്ങനെ നിരന്തരമായിട്ട് കേട്ട് ഭക്തരായി തീരുന്നു. ഭക്തരായി കഴിഞ്ഞാൽ പിന്നെ വേറെന്താ വേണ്ടത്? കിം അവശിഷ്യത? വേറൊന്നും നേടാനില്ല, ഭക്തി മതി. ഭക്തി സിദ്ധേർഗരീയസി എന്നാണ്. സിദ്ധിയെക്കാളും ശ്രേഷ്ഠമാണ് ഭക്തി. ഭാഗവതം ചോദിക്കുന്നു, കിം അവശിഷ്യത ഭക്തിം ലഭവത. ഭക്തി നേടിക്കഴിഞ്ഞ സജ്ജനത്തിന് പിന്നെ എന്താണ് നേടാനുള്ളത്? ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. ഏതുപോലെ അഗ്നിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മള് നല്ല തണുത്ത, ഇപ്പോഴത്തെ കാലം തന്നെ, ഇപ്പൊ തണുപ്പ് കാലം, നല്ല തണുപ്പ് സമയത്ത് അല്ലെ, ഏത് സമയത്തായാലും പ്രത്യേകിച്ച് തണുപ്പാണെങ്കിൽ പറയാനേ ഇല്ല. തണുപ്പ് കാലമാണെങ്കിൽ, രാത്രി കാലമാണ്, തണുപ്പ് കാലമാണ്, തീ കായാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അഗ്നി എന്ത് ചെയ്യുന്നു? അഗ്നി നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു, തണുപ്പിനെ ഇല്ലാതാക്കുന്നു ഇല്ലേ? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, യഥോപശ്രയമാണസ്യ ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്യേതി. സജ്ജനങ്ങളുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഭഗവത് കഥകളിലൂടെ ഭക്തി ഉണ്ടായാൽ മറ്റെല്ലാം ഇല്ലാതാകുന്നു. അഗ്നി തണുപ്പിനെയും ഭയത്തെയും ഇരുട്ടിനെയും മാറ്റുന്നത് പോലെ. അതുകൊണ്ട് സജ്ജനങ്ങളെ ആശ്രയിക്കുക, ഭഗവത് കഥകൾ കേൾക്കുക, ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അപ്പോ ഈ ലൗകിക സുഖങ്ങളില് വീണ്ടും പുനരപി ജനനം പുനരപി മരണം എന്നുള്ള ഈ ഒരു നരകയാതനകളില് മുങ്ങിപ്പൊങ്ങുന്നവർക്ക്, മുങ്ങിത്താഴുന്നവർക്ക്, വെള്ളത്തിൽ മുങ്ങുന്നവന് തോണി എന്നതുപോലെ നിമജ്ജോന്മജ്ജതാം ഘോരേ ഭവാദ്ധൗ പരമായനം സന്തോ ബ്രഹ്മവിദശാന്ത നൗർദൃഢൈവാപ്സുമജ്ജതാം. ഉദ്ധവ, സജ്ജനങ്ങളെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. സജ്ജനങ്ങളെ ആശ്രയിക്കൂ. ഈ വീണ്ടും വീണ്ടും നരകയാതനകളില്, ഈ ഭവ സാഗരത്തില് മുങ്ങിയും പൊങ്ങിയും കഷ്ടപ്പെടുന്നവർക്ക് പരമായനം, പരമായനം എന്നാണ്, പരമമായ ആശ്രയം സജ്ജനങ്ങൾ തന്നെയാണ്. ഏതുപോലെ അന്നം ഹി പ്രാണിനാം പ്രാണഃ ആർത്താനാം ശരണം ത്വഹം ധർമ്മോ വിത്തം നൃണാം പ്രേത്യ സന്തോർവാഗ്ബിഭ്യതോരണം. അതിമനോഹരമായ ഒരു സുഭാഷിതം. എന്താണ്? അന്നം ഹി പ്രാണിനാം പ്രാണ. പ്രാണികൾക്ക് പ്രാണൻ അന്നമാണ്. ആർത്തന്മാർക്ക്, ദുഃഖിതന്മാർക്ക് പ്രാണൻ ഞാൻ തന്നെയാണ്. ഞാനാണ് അവരുടെ ആശ്രയം. ആർത്താനം ശരണം അഹം. പിന്നെ ഈ ലോകം വിട്ട് പരലോകത്തേക്ക് പോകുന്നവർക്കോ അവരുടെ മുതല് അല്ലെങ്കിൽ അവരുടെ ആശ്രയം എന്താണ്? അവർ ഈ ജന്മത്തിൽ ചെയ്ത സുഹൃതമാണ്.
ധർമ്മമാണ്. ധർമ്മോ വിത്തം നൃണാം പ്രേത്യ. പ്രേത്യ ഇഹലോകവാസം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൈമുതൽ എന്ന് പറയാനുള്ളത് എന്താണ്? നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ധർമ്മങ്ങൾ. അതാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ടാണ് ധർമ്മം ചെയ്യൂ, ധർമ്മം ചെയ്യൂ, ധർമ്മം ചര, ധർമ്മം ചര, സത്യം വദ, ധർമ്മം ചര എന്ന് ഋഷീശ്വരന്മാർ ഉപദേശിക്കുന്നത്. ധർമ്മം ചെയ്യൂ. നിങ്ങൾ ഒരൊറ്റ നിമിഷം പോലെ നമ്മുടെ കയ്യിലില്ല. ഗൃഹീതൈവ പറയാറില്ലേ? ഗൃഹീതൈവ കേശേഷു മൃത്യുന ധർമ്മമാചരിത. യമൻ ഇങ്ങനെ മുടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അത്ര. എപ്പോഴും എപ്പോഴും ഒരൊറ്റ വലിങ്ങോട് വലിക്കുക, കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ധർമ്മം ചെയ്യൂ. ആരോടും പറയാൻ പോലും നിൽക്കേണ്ടതാണ്, അല്ലെ? ഒരു കൈ ചെയ്യും നന്മകൾ നമ്മുടെ മറുകൈ പോലും അറിയരുത്, പറയാനായി ചെയ്യരുത്, ചെയ്തവയൊന്നും പറയരുത്. പറയാൻ വേണ്ടിയിരുന്നല്ല, ചെയ്യൂ. നമ്മൾ ധർമ്മം ചെയ്യൂ. അതിനാണ് ഭഗവാൻ ഇങ്ങോട്ട് നമ്മളെ അയച്ചിരിക്കുന്നത്. നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സന്തോ ബ്രഹ്മ ധർമ്മോ വിത്തം നൃണാം പ്രത്യ സന്തോർവാഗ്ബിഭ്യതോരണം. അങ്ങനെ ഈ സംസാര ഭയമുള്ളവർക്ക് സജ്ജനങ്ങളാണ് ആശ്രയമായിട്ടുള്ളത്. കാരണം സന്തോ ദിശന്തി ചക്ഷുംഷി ബഹിരർക്ക സമുദ്ധിത. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അദൃശ്യങ്ങളായിട്ടുള്ള വസ്തുക്കളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കാട്ടിത്തരുന്നത് ആരാണ്? സജ്ജനങ്ങളാണ്. സന്തോ ദിശന്തി, അവരാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. നമ്മളിപ്പോ ഈ കണ്ണ് ബാഹ്യ ചക്ഷുസുകളെ കൊണ്ട് കാണുന്നതെല്ലാം സത്യമാണ് എന്ന് ധരിക്കരുത്. അതിലുള്ള സത്യത്തെ ആരാണ് നമുക്ക് കാട്ടിത്തരുന്നത്? സജ്ജനങ്ങളാണ്. അതുകൊണ്ട് അവരെയാണ് ആശ്രയിക്കേണ്ടത്. ദേവത ബാന്ധവ സന്തഃ. സന്തഃ ആത്മാ അഹമേവച. ഉദ്ധവ, ഈ സജ്ജനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അവസാനം ഭഗവാൻ പറയുന്നതാണ്. ഐളഗീതത്തിന്റെ സത്തായിട്ട് അവസാനം ഭഗവാൻ പറഞ്ഞ് സമർപ്പിക്കുന്നത് ഉദ്ധവ സന്തഃ അഹമേവ. ഈ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അപ്പൊ ഭഗവത് സ്വരൂപികളാണ് സജ്ജനങ്ങൾ. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. സജ്ജനങ്ങളെ കാണുമ്പോ നാണമില്ല, ഒരു ലജ്ജയുമില്ലാതെ വീണ് നമസ്കരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സജ്ജനങ്ങൾ ഭഗവത് സ്വരൂപികളാണ്. ഭഗവാൻ പറയുന്നു ഭാഗവതത്തിൽ, സന്ത ആത്മാ അഹമേവച. ഉപസംഹരിച്ചു. ഇങ്ങനെ വൈതസേന, ആ ഐളൻ അല്ലെങ്കിൽ പുരൂരവസ്, ഉർവശ്യാഹ ലോക നിസ്പൃഹ, ഉർവശിയുടെ ലോകത്തിൽ നിസ്പൃഹനായിട്ട്, അല്ലെങ്കിൽ ഉർവശ്യാലോക നിസ്പൃഹ, രണ്ട് പാഠഭേദം പറയും. ഉർവശ്യാഹ ലോക നിസ്പൃഹ, ഉർവശിയുടെ ലോകത്തിൽ നിസ്പൃഹനായിട്ട്, അല്ലെങ്കിൽ ഉർവശ്യാലോക നിസ്പൃഹ, ഉർവശിയെ കാണുന്നതിൽ നിന്ന് നിസ്പൃഹനായിട്ട്, എല്ലാം ഉപേക്ഷിച്ച് മുക്തസംഗ മഹീമേതാം ആത്മാരാമശ്ചാര, മുക്തസംഗനായിട്ട് ആത്മാരാമനായിട്ട് മാറി. തീർത്തും ഭഗവത് പരനായിട്ട് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. അത്ര ഐളഗീതം ഇതി ഭാഗവത ഏകാദശ സ്കന്ധസ്യ വിഷയെ അസ്മാകം കഃ ഉപദേശഃ വയം കിം അവഗന്തും ശക്നുമഃ. വയം സർവേപി ലൗകികാഃ മാനവാഃ ഏകൈകം ഇന്ദ്രിയം ഏകൈകത്ര ഗച്ഛതി, ചക്ഷുഃ നേത്രം ഏകത്ര ഗച്ഛതി, കർണഃ അന്യത്ര ഗച്ഛതി. ഏവം ഇന്ദ്രിയാണി വിഷയാൻ അന്വിഷ്യ ഗച്ഛന്തി തദാ വിഷയേഭ്യഃ ഇന്ദ്രിയാണി സ്വീകൃത്യ ഭഗവത് പാദാരവിന്ദേ സ്ഥിരതയാ ദൃഢതയാ ഭക്തിഭാവേന വയം സാധയാമഃ സ്ഥാപയാമഃ. തേന ഭക്തിഭാവേന മനഃ ശുദ്ധം ഭവതി. ശുദ്ധേ മനസി ഗോവിന്ദഃ സ്വയമേവ പ്രതിഷ്ഠത്തെ.
യഥാ മനഃ ശുദ്ധം ഭവതി തദാനീം ഗോവിന്ദഃ തത്ര സ്വയമേവ പ്രതിഷ്ഠത്തെ. ഗോവിന്ദ ആഗച്ഛതു ആഗച്ഛതു ഇതി ആഹ്വാനസ്യ ആവശ്യകത നാസ്തി. സഹ ഗോവിന്ദഃ സ്വയമേവ അത്ര ആഗത്യ അസ്മാകം ശുദ്ധേ മനസി. ഹൃദയം യഥാ ശുദ്ധം ഭവതി തദാനീം തത്രൈവ തിഷ്ഠതി. അതഃ മനഃ ശുദ്ധം ഭവതു, മനഃ ശുദ്ധം ഭവതു ഇതി പ്രാർത്ഥനയാ ഉപസംഹരതി ഐളഗീതം. വർഷങ്ങളായി ഈ ഒരു തത്വസമീക്ഷാ സത്രത്തില് എന്തെങ്കിലും ചില വാക്കുകള് നിങ്ങളോട് പറയുവാൻ, നിങ്ങളുമായിട്ട് സംവദിക്കുവാൻ സാധിക്കുന്നത് ഭഗവത് കാരുണ്യമാണ്. കാരണം ഇത്രയും ശ്രദ്ധയോടുകൂടിയിട്ട് തത്വവിചാരം അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുന്ന സദസ്സ് ഭാരതത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതിന്റെ 10 ഇരട്ടി ജനങ്ങളുള്ള സത്രങ്ങൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ ഇത്രയും ശ്രദ്ധയോടുകൂടിയിട്ട് നിശബ്ദമായിട്ട് ഭാഗവതം കേൾക്കുന്ന ഒരു സദസ്സ് ഭാരതത്തിൽ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. അപ്പൊ ആ ഒരു സദസ്സില് വർഷങ്ങളായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യമാണ്. ഇനിയും നിങ്ങൾക്ക് ഇതുള്ള സത്സംഗങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഭഗവത് പാദാരവിന്ദത്തിലും ഗുരുനാഥന്റെ പാദാരവിന്ദത്തിലും സമർപ്പിച്ച് നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പുഞ്ചിലമ്പു കുഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.